ഇന്ന് മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനമാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലനായ വ്യക്തിത്വമാണ് മഹാത്മാ അയ്യൻകാളി. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന വിപ്ലവകരമായ മുദ്രാവാക്യം മുഴക്കി അധസ്ഥിതന്റെ മക്കൾക്ക് പഠനം നിഷേധിക്കപ്പെട്ടതിനെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് പണിമുടക്ക് നടത്തിയ അയ്യൻകാളി കേരളത്തിന് എന്നും പ്രചോദനമാണ്. സവർണന് മാത്രം നടക്കാൻ മാത്രം അനുമതിയുള്ള വഴിയിലൂടെ വില്ലുവണ്ടി തെളിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമെന്നും പഠിപ്പിച്ചു തന്നത് ഈ മഹാത്മാവ് തന്നെ. ജാതിയുടെയും ജന്മത്വത്തിന്റെയും ഇരുട്ടുപരന്ന നാടിനെ പ്രകാശത്തിന്റെ നല്ല നാളെകൾ സമ്മാനിച്ച മഹാനായ വിപ്ലവകാരിയുടെ സ്മരണകൾ നമുക്ക് കരുത്താണ്. ആഗസ്റ്റ് 28 162 മഹാത്മാ അയ്യൻകാളി ജയന്തി. 1863 ആഗസ്റ്റ് 28 മഹാത്മാ അയ്യൻകാളി ജനിച്ചു. 1893 വഴിനടക്കൽ സമരം. 1898 വില്ലുവണ്ടി യാത്ര. 1904 വേങ്ങാനൂരിൽ സ്കൂൾ സ്ഥാപിച്ചു. 1907 സാധുജന പരിപാലന സംഘം. അതുപോലെ സ്കൂൾ പ്രവേശന ആദ്യ സർക്കാർ ഉത്തരവ്. 1910 രണ്ടാമത്തെ സ്കൂൾ പ്രവേശന ഉത്തരവ്. പഞ്ചമിയെയും കൊണ്ട് സ്കൂൾ പ്രവേശനം. 1911 ഡിസംബർ തിരുവിതാംകൂർ സർക്കാർ ഗസറ്റ് പ്രകാരം 1911 ഫെബ്രുവരി 26 ശ്രീമൂലം പ്രജാസഭ MLC ആയി. 1911 മുതൽ 23 വർഷക്കാലം MLC ആയിരുന്നു. 1912 നെടുമങ്ങാട് ചന്തയിൽ കലാപം. പേരൂർക്കട വഴല രക്ഷാസൈന്യം പള്ളിമുറ്റത്തു നിന്നാണ് വണ്ടിക്കാരൻ തോമസിന്റെ കാളവണ്ടിയിൽ നെടുമങ്ങാട് പോയത്. അഴീക്കോട്, മണ്ടൻകുഴി, പേരുമല, കരംകുളം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള അയ്യൻകാളിയുടെ പടയാളികളും ഉണ്ടായിരുന്നു. 1913 ലോകത്തിലെ ആദ്യത്തെ കർഷക സമരം. 1941 അദ്ദേഹം വിട പറഞ്ഞു. 1979 ഫെബ്രുവരി 8 ശ്രീ KK ബാലകൃഷ്ണൻ പ്രസിഡന്റായി അയ്യൻകാളി സ്മാരക ട്രസ്റ്റ് ഉണ്ടാക്കി.